അതെ അതെ ശബരിമലയ്ക്ക് പോകണം. ശബരിമലയ്ക്ക് പോകുമ്പോൾ ഏതായാലും മണ്ഡലകാലത്തിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ എല്ലാം പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു. എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കി കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് വൈകിട്ട് ശബരിമല നട തുറക്കാൻ പോകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നാളെയാണ് മണ്ഡലകാലത്തിന് തുടക്കം കുറിക്കുന്ന ആ ഒരു 41 ദിവസം നീണ്ടു നിൽക്കുന്ന മഹത്തായ ഒരു സമയത്തിലേക്ക് നമ്മൾ കിടക്കുന്നത്. അതിനുശേഷം മകരവിളക്ക് ഉത്സവം. അങ്ങനെയാണല്ലോ തീർത്ഥാടനത്തിന്റെ ഒരു വലിയ ക്രമീകരണം എന്ന് നമുക്ക് പറയുന്നത്. അപ്പോൾ ഈ കൽപ്പാത്തിയുടെ ഏറ്റവും മനോഹരമായ ഈ ഭൂമിയിൽ നിന്നുകൊണ്ട് തന്നെ ശബരിമലയിലെ ആ മണ്ഡലകാലത്തിന്റെ തുടക്കം കുറിച്ചുകൊണ്ടുള്ള വാർത്തയിലേക്ക് കൂടി നമുക്ക് പോകാം. ശബരിമലയിൽ മണ്ഡലകാല പൂജകൾക്കായി ഇന്ന് വൈകുന്നേരം നട തുറക്കും. വീണ്ടും ഒരു തീർത്ഥാടന കാലത്തെ വരവേൽക്കാൻ എല്ലാവിധ ഒരുക്കങ്ങളും സർക്കാർ പൂർത്തിയാക്കി കഴിഞ്ഞു. വൈകിട്ട് 5-ന് PN മഹേഷ് നമ്പൂതിരി നട തുറന്ന് ദീപം തെളിയിക്കുന്നതോടെ തീർത്ഥാടന കാലത്തിന് തുടക്കമാവും. ശേഷം ആഴിയിൽ അഗ്നി പകരും. ഉച്ചയ്ക്ക് 1 മണി മുതൽ പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് തീർത്ഥാടകർക്ക് പ്രവേശനം അനുവദിക്കും. പുതിയ ശബരിമല മാളികപ്പുറം മേൽശാന്തിമാർ ശനിയാഴ്ചയാണ് ചുമതലയേൽക്കുക. വൃശ്ചിക മാസം 1-ന് പുലർച്ചെ 3 മണിക്കാണ് നട തുറക്കുക. പുതിയ മേൽശാന്തിമാരാകും വൃശ്ചിക പുലരിയിൽ നട തുറക്കുന്നത്. 16 മുതൽ ഡിസംബർ 26 വരെ എല്ലാ ദിവസവും പൂജകളുണ്ട്. പുലർച്ചെ 3 മുതൽ പകൽ 1 വരെയും വൈകിട്ട് 3 മുതൽ രാത്രി 11 വരെയുമാണ് ദർശന സമയം. മണ്ഡലപൂജ 26-ന് നടക്കും. അന്ന് രാത്രി 11 മണിക്ക് നടയടയ്ക്കും. മകരവിളക്കിനായി ഡിസംബർ 30-ന് വൈകിട്ട് 5-നാണ് നട തുറക്കുക. ജനുവരി 14-നാണ് മകരവിളക്ക്. തീർത്ഥാടനത്തിന് സമാപനം കുറിച്ച് ജനുവരി 20-ന് നടയടയ്ക്കും. ദിവസവും 80,000 പേർക്ക് ദർശനം നടത്താനുള്ള സൗകര്യമാണ് സർക്കാർ ഒരുക്കിയിട്ടുള്ളത്. 70,000 പേർക്ക് വെർച്വൽ ക്യൂ ബുക്കിംഗ് വഴിയും 10,000 പേർക്ക് എൻട്രി പോയിന്റ് ബുക്കിംഗ് വഴിയുമാണ് ക്രമീകരണം. ദർശനത്തിനെത്തുന്ന ആരെയും മടക്കി അയക്കില്ലെന്നാണ് സർക്കാർ നിലപാട്. തീർത്ഥാടനത്തിന് മുന്നോടിയായി പൂർത്തിയാക്കിയ വിവിധ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം ദേവസ്വം മന്ത്രി VN വാസവൻ നിർവഹിക്കും. റാന്നിയിലും നിലയ്ക്കലിലും പമ്പയിലുമാണ് ഉദ്ഘാടന ചടങ്ങുകൾ നടക്കുക. സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, സന്നിധാനം.